ഹാലേലൂയ. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? ഹാലേലൂയ. നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടി നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചല്ലോ. പുറത്തിരിക്കുന്നവരെല്ലാം ഞാൻ എൻ്റെ സ്നേഹത്തെ അറിയിക്കുന്നു. എല്ലാവരെയും കാണുന്നില്ല, സ്തോത്രം. യൂട്യൂബിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, വചനം ശ്രമിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹത്തെ അറിയിക്കട്ടെ. ഹല്ലേലൂയ. നമ്മൾ ഈ നാളുകളിൽ അഭിഷേകത്തെക്കുറിച്ചാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ലെവൽസ് ഓഫ് അനോയിൻറ്റിങ്, അല്ലെങ്കിൽ ആത്മാവിൻ്റെ തലങ്ങൾ. പല ലെവലുകൾ അല്ലെങ്കിൽ പല അളവുകൾ പരിശുദ്ധാത്മാവിനുണ്ട്. അതെങ്ങനെ നമുക്ക് ഓരോ ലെവലിലേക്കും കടന്നു പോകാനായിട്ട് സാധിക്കും എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. പലർക്കും കർത്താവിന് വേണ്ടി വളരെയധികം പ്രയോജനപ്പെടണമെന്നുണ്ട്. പക്ഷേ ഈ അഭിഷേകത്തിൻ്റെ നിറവ് പ്രാപിക്കാത്തത് കൊണ്ട് കഴിയുന്നില്ല. ഒരു ലെവലിൽ നിന്നും മറ്റൊരു ലെവലിലേക്ക് പോകണമെന്നുണ്ട്. പക്ഷെ പല തടസ്സങ്ങൾ, പല പ്രശ്നങ്ങൾ, ഒന്ന് പ്രാർത്ഥിക്കാനോ ആരാധിക്കാനോ ദൈവത്തോട് അടുത്തിരിക്കാനോ ഒന്നും സാധിക്കുന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഇന്ന് മനസ്സിലാക്കാനായി പോവുകയാണ്. എങ്ങനെ ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് എനിക്ക് കടക്കാനായി സാധിക്കും, എങ്ങനെ എൻ്റെ ആത്മീക ജീവിതം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായി സാധിക്കും, എങ്ങനെ എന്നെ പിന്നിൽ നിന്ന് വലിക്കുന്ന സകല പ്രശ്നങ്ങളെ അതിജീവിച്ച് എനിക്ക് കർത്താവിന് വേണ്ടി അധികം ഓടാൻ സാധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവിൽ ചിന്തിക്കാനായിട്ട് ശരണപ്പെടുന്നത്. ഹല്ലേലൂയ. ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ദൈവത്താൽ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരുമാണ്. വിളിയില്ലാതെയും തിരഞ്ഞെടുപ്പില്ലാതെയും ഒറ്റ വ്യക്തി പോലുമില്ല. കാരണം വചനം പറയുന്നു, നമ്മൾ കർത്താവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. എല്ലാ അവയവത്തിനും എൻ്റെ ശരീരത്തിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഒരു ജോലിയുണ്ട്. എൻ്റെ ശരീരത്തിൽ ഉപയോഗമില്ലാത്ത ഒരു അവയവത്തെയും എൻ്റെ കർത്താവ് വെച്ചിട്ടില്ല, അല്ലേ? നമ്മുടെ ശരീരത്തിൽ പ്രവർത്തനമില്ലാത്ത ഒരു അവയവത്തെ പറ്റി, ഉപയോഗമില്ലാതെ ദൈവം വെച്ചിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. എല്ലാത്തിനും അതിൻ്റെതായ പ്രവർത്തനം അല്ലെങ്കിൽ ഉപയോഗം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ ശരീരത്തോട് ചേർന്നിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും എന്തുണ്ട്? ഒരു വിളിയുണ്ട്. ദൈവം ഒരു കോളിംഗ് നമ്മുടെ മേൽ വെച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമ്മൾ എത്തിപ്പെടണമെങ്കിൽ നമുക്ക് ഈ അഭിഷേകം ആവശ്യമാണ്. നമുക്ക് എല്ലാവർക്കും അത് അറിയാം. ഒരു വിളി എൻ്റെ മേലുണ്ട്, ഒരു തിരഞ്ഞെടുപ്പ് എൻ്റെ മേലുണ്ട്, എനിക്ക് അതിലേക്ക് കടന്നു വരണം. അപ്പോൾ പലരുടെയും ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത്, ഈ വിളിയുള്ള ദൈവമക്കളുടെ ജീവിതത്തിൽ ഭയങ്കരമായി പ്രതികൂലമായിരിക്കും, അല്ലേ? കറക്റ്റാണെന്ന് മനസ്സിലാക്കിയ ആൾ പറയാം, കറക്റ്റാ. പ്രതികൂലം ഇത്തിരി കൂടുതലായിരിക്കും. വാഗ്ദത്വം കൂടുതലുള്ളവന് പ്രതികൂലങ്ങൾ കൂടുതലായിരിക്കും. പിശാച് എന്ത് ചെയ്യുമെന്ന് അറിയാം? അവൻ ഒരിക്കലും എഴുന്നേക്കില്ല. അവൻ എഴുന്നേറ്റാലും പിശാചിനറിയാം പിശാചിൻ്റെ രാജ്യത്തിൻ്റെ അവസാനമാണെന്നല്ലേ. അപ്പം മാക്സിമം അവനെ എഴുന്നേൽപ്പിക്കാതിരിക്കാൻ പിശാച് എന്തെല്ലാം വഴി നോക്കാൻ പറ്റുമോ അതെല്ലാം നോക്കും. ചുറ്റി അവിടെ എവിടെയെങ്കിലും വെച്ച് അവനെ തളച്ചിടാനായിട്ട് നോക്കും, അല്ലേ? ചിലപ്പോൾ രോഗങ്ങൾ കൊണ്ടുവരാം, ഭാരങ്ങൾ കൊണ്ടുവരാം, പ്രശ്നങ്ങൾ കൊണ്ടുവരാം, തകർച്ചകൾ കൊണ്ടുവരാം, കടഭാരങ്ങൾ കൊണ്ടുവരാം, മാനസികമായ പ്രശ്നങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ട് പിശാചിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് അവനെ 4 ചുവരിനകത്ത് ഒതുക്കി അങ്ങ് ഇട്ടേക്കുക. അപ്പം എന്ത് ചെയ്യും? അവൻ സൈലൻ്റ് ആയിട്ട് ഇരുന്നോളും. അവൻ്റെ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിച്ച് ഭാരപ്പെട്ട് നിരാശപ്പെട്ട് അതിൽ തന്നെ അങ്ങ് പുകഞ്ഞ് തീർന്നോളും എന്നാണ് പിശാച് ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ പുകയുന്ന ഓടക്കെടുത്താത്തവൻ ഒരാളുണ്ട്. ഹല്ലേലൂയ. അതിനെ കത്തിക്കാൻ തയ്യാറായിട്ട് ഒരു അഭിഷേകം, ഒരു യേശു ഇറങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാൽ നമ്മെ സ്നാനം കഴിപ്പിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും സ്നേഹത്തോടെ വിളിക്കുകയാണ്. ഹല്ലേലൂയ. എല്ലാറ്റിൻ്റെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട്, ഹല്ലേലൂയ, സകല ചങ്ങലകളും പിശാച് വെച്ചിരിക്കുന്ന സകലതിനെയും പൊട്ടിച്ചിട്ട് പുറത്തേക്ക് വരുവാനായിട്ട് നമുക്ക് കഴിയണം. ഇതെല്ലാം ഭാരമായിട്ട് നമ്മുടെ തലയിൽ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്കൊരിക്കലും എഴുന്നേക്കാൻ പറ്റില്ല. വലിയ ഒരു ചാക്ക് കെട്ട് നിങ്ങളുടെ തലയിലോട്ട് അങ്ങ് എടുത്തു വെച്ച് തന്നാൽ നിങ്ങൾക്ക് പിന്നെ എഴുന്നേക്കാൻ പറ്റുമോ? ഇല്ല. ഇതാ മനസ്സിനകം മുഴുവൻ, നമ്മുടെ തല നിറയെ ഇതുപോലുള്ള ചിന്താ ഭാരങ്ങൾ ഇരിക്കുക. നമുക്ക് കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. പ്രാർത്ഥിക്കാൻ ഇരിക്കാൻ പോലും കഴിയുന്നില്ല. ഹല്ലേലൂയ. ഇരിക്കുമ്പോൾ മൊത്തം തടസ്സങ്ങളാണ്, നിരാശയങ്ങോട്ട്. മനസ്സ് മുഴുവൻ ഇനി എന്നെ കൊണ്ട് എന്തിനേലും കഴിയുമോ, എന്തേലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചിന്തകൾ. അല്ലെങ്കിൽ രോഗങ്ങൾ തളർത്തിക്കളയും, ക്ഷീണങ്ങൾ തളർത്തിക്കളയും. ഹല്ലേലൂയ. എന്നാൽ എല്ലാറ്റിനെ അതിജീവിക്കാനുള്ള ബലം ഇന്ന് ഈ രാവിലെ സമയം പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പകരാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഒന്നും നമ്മളെ തളർത്തിക്കളയത്തില്ല. ഹല്ലേലൂയ. നമുക്കൊരു ശുശ്രൂഷയ്ക്ക് ഇറങ്ങണമെങ്കിൽ, ദൈവവേല ചെയ്യണമെങ്കിൽ ദൈവം തന്നെ നമ്മളിൽ ചെയ്താലേ പറ്റത്തുള്ളൂ. ദൈവത്തിൻ്റെ ജോലി നമുക്കൊരിക്കലും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ദൈവം നമ്മളിൽ നിറഞ്ഞ് നമ്മിലൂടെ പ്രവർത്തിച്ചെങ്കിലേ മതിയാവും. ഒരിക്കൽ ഒരാളോട് ഒരു പ്രവാചകൻ പറഞ്ഞു, ഞാൻ ഇത് കേട്ടോണ്ടിരുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ.
ഈ പ്രവാചകൻ പ്രവചിക്കുമ്പോഴും ഞാനുണ്ടായിരുന്നു. ഹല്ലേലൂയ. ആ ഒരു മനുഷ്യനോട്, തൻ്റെ മുന്നിലിരുന്ന വ്യക്തിയോട് താൻ ദൂതായിട്ട് പറഞ്ഞു, കർത്താവ് നിന്നെ ഒരു സുവിശേഷകനാക്കും, പല ജാതികളെയും രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ നിന്നെ ദൈവം ഉപയോഗിക്കും എന്ന് അയാളോട് പറഞ്ഞു. അപ്പം അയാൾ എന്ത് ചെയ്തെന്നറിയാമോ? ആ ദൂതൊക്കെ ഏറ്റെടുത്തു. പിറ്റേ ദിവസം മുതൽ സുവിശേഷം പറയാൻ ഇറങ്ങി. അപ്പോൾ ചില ആൾക്കാരുണ്ട്, എന്താണെന്നറിയാമോ, നമ്മളോട് ദൈവം ഒരു കാര്യം പറഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ അങ്ങ് ഓക്കെ, അപ്പം കർത്താവ് എന്നോട് പറയുകയാണ് നിന്നെ ഞാൻ പ്രവാചകിയാക്കിയിരിക്കും, അപ്പോൾ നാളെ മുതൽ ഞാനങ്ങ് പ്രവചനം തുടങ്ങി. അങ്ങനെയാണോ? അല്ല. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ ഇരിക്കണം, അല്ലേ? ഇരിക്കണം. ഇരുന്നതിന് ശേഷം ഒരു അഭിഷേകം പ്രാപിക്കണം, ദൈവശബ്ദം കേൾക്കണം, ദൈവം നമ്മളോട് സംസാരിക്കണം, അല്ലേ? ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നടക്കണം. അതിനുശേഷം ദൈവകൃപ പ്രാപിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ശുശ്രൂഷയ്ക്ക് ഇറങ്ങാവൂ. ദൈവസന്നിധിയിൽ ഇരുന്ന് അഭിഷേകം പ്രാപിക്കാതെ എന്ത് ചെയ്യരുത്? നമ്മൾ ഇറങ്ങരുത്. ഹല്ലേലൂയ. ദൈവം നമ്മളോട് പറയും, ഹല്ലേലൂയ, നിനക്ക് ഇറങ്ങാനുള്ള സമയമായി. ഹല്ലേലൂയ. ദൈവാത്മാവിൻ്റെ നിറവിൽ നമ്മൾ ഇറങ്ങിയാൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, അവൻ വിടുവിക്കപ്പെടും. അല്ലാതെ നമുക്ക് പറയാം, പക്ഷെ അവൻ വിടുവിക്കപ്പെടണമെന്നില്ല. അതാ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ പോയി സുവിശേഷം പറഞ്ഞാൽ എന്ത് പറ്റും? ചിലപ്പോൾ അവൻ രക്ഷയിലേക്ക് വരണമെന്ന് ഇല്ല. ഈ കേട്ടുകൊണ്ടിരുന്ന, ഈ ദൂത് കേട്ടുകൊണ്ടിരുന്ന ഒരു മനുഷ്യനെന്ന് പറയുന്നത് ഒരു ഇറച്ചി വെട്ടുകാരനായിരുന്നു. എന്താണ്? ഒരു ഇറച്ചി വെട്ടുന്ന ആൾ. അത് കുറഞ്ഞ ഒരു തൊഴിലൊന്നുമല്ല, അയാളുടെ ജീവിതം ചെയ്യുന്നു. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തെന്നറിയാമോ? ഇറച്ചി വെട്ടും പോലെ, ഇറച്ചി വെട്ടുന്നത് എങ്ങനെയാണ്, അല്ലേ? ഒരു ദാക്ഷിണ്യമില്ലാതെ അങ്ങ് വെട്ടിക്കൊണ്ടിരിക്കുക. ഇതുപോലെ പോയി സുവിശേഷം പറയാൻ തുടങ്ങി. മര്യാദയ്ക്ക് മാനസാന്തരപ്പെട്ട് യേശുവിൽ വിശ്വസിച്ചോണം. അങ്ങനെ ആരെങ്കിലും മാനസാന്തരപ്പെടുത്താൻ പറ്റുമോ? മര്യാദയ്ക്ക് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഞാൻ നിന്നെ വെട്ടിക്കളയും, അങ്ങനെ പറഞ്ഞ് മാനസാന്തരപ്പെടുത്താൻ പറ്റുമോ ആരെങ്കിലും? ഇല്ല, പറ്റില്ല. ഇയാൾ അങ്ങനെ അങ്ങ് ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങി. യേശുവിൻ്റെ നാമത്തിൽ പോയി ഭൂതങ്ങളെ ശാസിക്കാൻ തുടങ്ങി. പല വിഗ്രഹങ്ങളുടെ അടുത്തും പോയി ഇയാൾ പോയി ആവശ്യമില്ലാതെ ശാസിക്കാൻ, അധികാരവും ശക്തിയും ഒന്നും പ്രാപിക്കാതെ ഇത് ഇയാൾ ചെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് ഇയാളെ കുടുംബത്തിൽ പ്രശ്നമായി. ഭാര്യ ഒരു ഹിന്ദുവാണ്, ഇയാൾ ഹിന്ദുവാണ്, അത് വേറൊരു കാര്യം. ഹൈന്ദവ വിശ്വാസം നിൽക്കുന്ന ഒരാളായിരുന്നു ഈ ദൂത് കേട്ട ആള്. അയാൾക്ക് പോയി പ്രാർത്ഥിക്കണമെന്നൊന്നും പറഞ്ഞു കൊടുക്കാൻ പോലും ആരുമില്ല. അയാളോട് ആദ്യം പറഞ്ഞു കൊടുക്കണമായിരുന്നു എന്ത് ചെയ്യണമെന്ന്, പ്രാർത്ഥിക്കണം, ദൈവസന്നിധിയിൽ ഇരുന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കണമെന്ന്. ഇയാൾ പോയി എല്ലാ പ്രശ്നങ്ങളുമായി, അയാളുടെ കുടുംബത്തിൽ മൊത്തം അടിയായി, എല്ലാവരും കളഞ്ഞിട്ട് പോയി. കാരണം എന്താ? ഇയാൾ പോയി പ്രാർത്ഥിച്ചില്ല. യേശു ആരാണെന്ന് അയാൾക്ക് അറിയില്ല. യേശുവുമായി ഒരു ബന്ധമില്ലാത്തവൻ ഭൂതത്തെ ശാസിക്കാൻ പോകും. ഹല്ലേലൂയ. ഇതുപോലെ അപ്പോസ്തല പ്രവൃത്തികളുടെ ഒരു ഭാഗമുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോസ്തല പ്രവൃത്തികളിൽ യേശുവുമായി ബന്ധമില്ലാത്ത ഒരാള് ഭൂതത്തെ ശാസിക്കാനായിട്ട് പോയി. അപ്പോൾ എന്തു പറ്റി? ആ ഭൂതം അയാളെ ഈ ശാസിക്കാൻ പോയവനെ ആക്രമിച്ചു. കാരണം എന്താ? അവന് യേശുവുമായിട്ട് ഒരു ബന്ധവുമില്ല, അഭിഷേകമായിട്ട് ഒരു ബന്ധവുമില്ല. യേശുവിൻ്റെ നാമം മാത്രം അറിഞ്ഞെന്ന് പറഞ്ഞ് ഒരു കാര്യവുമില്ല. നമ്മൾ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി അറിയണം, ഒപ്പം ആ ശക്തി ധരിക്കുന്നവർ കൂടെ ആവണം. ഹല്ലേലൂയ. ആ ശക്തി ധരിക്കുന്നവർ കൂടെ ആകണം. ആ അഭിഷേകത്താൽ നിറഞ്ഞാലേ നമുക്കിതെല്ലാം ചെയ്യുവാനായിട്ട് സാധ്യമാവുകയുള്ളൂ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം എന്നെ ഒരു സഹോദരി വിളിച്ചിരുന്നു യൂട്യൂബിലൂടെ. ഒരു പക്ഷേ ആ സഹോദരി എന്നെ കേൾക്കുന്നുണ്ടാകാം. സ്തോത്രം. ആ സഹോദരി ആത്മാവിൻ്റെ നിറവിൽ അവരുടെ ചർച്ചിൽ ഉപവാസ പ്രാർത്ഥനയിൽ, ഇതുപോലൊരു കൂട്ടം, ഒരു സഭ, ഒരു ചെറിയ സഭയിൽ ഉപവാസ പ്രാർത്ഥനയിൽ അവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ വലിയ പ്രാർത്ഥന കഴിഞ്ഞു. മൂന്നാമത്തെ ദിവസം ഫാസ്റ്റിംഗ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ആ മൂന്നാമത്തെ ദിവസം അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് യേശു അവിടെ പ്രത്യക്ഷമായി. ആര് പ്രത്യക്ഷപ്പെട്ടു? യേശുവിനെ അതിലൊരു സഹോദരി കാണുക. യേശുവിൻ്റെ ആണിപ്പാടുള്ള കാല് കാണുകയാണ്. ഈ കാലിൽ നിന്നും രക്തമൊലിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ സഹോദരി യേശുവിനോട് ചോദിക്കുകയാണ്, യേശുവെ, അങ്ങേക്ക് ഈ ആണിപ്പാടുള്ള കാലുകളിൽ നിന്ന് ഇങ്ങനെ രക്തമൊലിക്കുന്നുണ്ടോ? അങ്ങേക്ക് വേദനിക്കുന്നില്ലയോ? എന്താ ചോദിച്ചാൽ, അങ്ങേക്ക് വേദനിക്കുന്നില്ലേ? അപ്പോൾ ആ സഹോദരിയോട് യേശു പറഞ്ഞു, നിങ്ങളുടെ പ്രേമത്താൽ എൻ്റെ മുറിവ് കരിയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ആ സഹോദരി ഉടനെ എഴുന്നേറ്റ് നിന്ന് അവിടെ വിളിച്ചു പറയാൻ തുടങ്ങി. യേശു ഇങ്ങനെ പറയുന്നു. ഇത് കേട്ടവരെല്ലാം കൂട്ടക്കരച്ചിലായി. ഹല്ലേലൂയ. എൻ്റെ യേശുവിനെ എല്ലാവരും സ്നേഹിക്കണമെന്ന് കരച്ചിലായി. പ്രാർത്ഥന നിർത്തി വെച്ചിട്ട് ഇവർ കരച്ചിൽ തുടങ്ങി.
ഹല്ലേലൂയ, സ്തോത്രം. ആ കർത്താവിൻ്റെ ദർശനത്താൽ കരച്ചിൽ തുടങ്ങി. ഉപവാസ പ്രാർത്ഥന തീർന്നിട്ടും ആ ചർച്ച് വിട്ട് ആരും പോയിട്ടില്ല. ഇന്ന് ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ അവിടെ ഇരിപ്പുണ്ട്. അടുത്ത ദിവസം അവിടെ 5 സഹോദരിമാർ കൂടി വന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭൂതം ബാധിച്ച ഒരു സഹോദരി കൂടെ ഇവരുടെ ഇടയിൽ വന്നിരുന്നു. അവർ അറിഞ്ഞില്ല. ഇവർ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ഭൂതം ഇളകി. അവരൊന്നും ചെയ്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അതിനകത്ത് ഒരു വലിയ ഉണർവ് വ്യാപരിക്കാൻ തുടങ്ങി. ഈ ഭൂതം ഇളകിയിട്ട് പറഞ്ഞു, ഇവിടെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കണ്ട. അവിടെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി. എന്നാൽ ഈ സഹോദരി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകാൻ പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. അന്നേരം അത് മുട്ടുമടക്കി. എനിക്ക് ആ വീഡിയോടെ ഇട്ട് തന്നിട്ടുണ്ട്. മുട്ടുമടക്കിയിട്ട് വിട്ടുപോയി ആ സഹോദരിയുടെ ശരീരത്തിൽ നിന്ന്. ഹല്ലേലൂയ. ഒരു വേറെ ആരും പാസ്റ്ററോ പ്രസംഗിക്കുന്ന ആളോ ഒന്നും അവിടെ വന്നില്ല. സ്തോത്രം. നിങ്ങൾ മനസ്സിലാക്കിക്കോ, അന്ത്യകാലത്ത് ദൈവം എല്ലാവരെയും ഉപയോഗിക്കാനായിട്ട് പോകുക. ഹല്ലേലൂയ. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ആത്മാവിൽ നിറയണം. ഹല്ലേലൂയ. നിങ്ങളുടെ അടുത്ത് വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് ഭൂതങ്ങളോടും, ഹല്ലേലൂയ, രോഗങ്ങൾ മാറിപ്പോകും. പൈശാചിക ശക്തികൾ കുടുംബങ്ങൾ വിട്ടുപോകും. നിങ്ങൾ ചില കുടുംബങ്ങളിലേക്ക് കയറി ചവിട്ടുമ്പോൾ ഉണ്ടല്ലോ, അവിടുത്തെ അന്തരീക്ഷം മുഴുവനും മാറും. ഹല്ലേലൂയ. ഞാനീ പോകുമ്പോൾ ഉണ്ടല്ലോ, ക്രിസ്ത്യാനികളുടെ ഭവനം, ഹിന്ദുക്കളുടെ ഭവനം അങ്ങനെയൊന്നും നോക്കി പോയില്ല. ഞാൻ പോയി കാല് ചവിട്ടിയാൽ എനിക്കറിയാം അവിടെ ഇരിക്കുന്ന പൈശാചിക ശക്തികൾ കൂടോടെ ഇളകിപ്പോകും. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ അവിടെ പോയി കാല് ചവിട്ടിയാൽ മാസങ്ങൾക്കകം അവിടെ യേശുവിനെ ആ ദേശമറിയും. സ്തോത്രം. അതാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയാണ് ഭവനങ്ങൾ മാറുന്നത്. ഹല്ലേലൂയ. അതുവരെ അവർ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരായിരിക്കാം. ഞാൻ പോകുമ്പോഴവർ വിളക്ക് കത്തിച്ച് വിഗ്രഹങ്ങളെ ആരാധിച്ചു കൊണ്ടിരിക്കും. എന്നാൽ അങ്ങോട്ട് പോയി കാല് ചവിട്ടി മാസങ്ങൾ കഴിയുമ്പോൾ വിഗ്രഹവും കാണില്ല, ഫോട്ടോയും കാണില്ല, ഒന്നും കാണില്ല. ഹല്ലേലൂയ. അത് അവർ തന്നെ എടുത്തു മാറ്റും. ഇതാണ് ഉണർവ്. ഇതാണ് നിങ്ങളിലൂടെ വ്യാപരിക്കുന്ന ദൈവശക്തി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ദൈവം ഒരു ഭവനത്തിൽ പ്രവേശിച്ചാൽ അവിടെ ഒരൊറ്റ ദുഷ്ടനും ഇരിക്കത്തില്ലെന്ന്. ഹല്ലേലൂയ. യേശുവിൻ്റെ ആത്മാവ് നിങ്ങളിലേക്ക് ഇറങ്ങിയാൽ രോഗങ്ങളോ ഭാരങ്ങളോ പ്രതിസന്ധികളോ പ്രയാസങ്ങളോ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളെ ഇട്ട് വട്ടം ചുറ്റി നിങ്ങളെ അലയ്ക്കത്തില്ല. ഹല്ലേലൂയ. കാരണം യേശു അതിനുള്ളിൽ കയറി. യേശു വരുന്നതിന് മുമ്പേ ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതം നടുക്കടലിലായിരിക്കാം. ഹല്ലേലൂയ. എന്നാൽ യേശു അതിനകത്തേക്ക് വന്നാൽ, പരിശുദ്ധാത്മാവ് അതിനകത്തേക്ക് വന്നാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ കർത്താവ് മാറ്റും. ഹല്ലേലൂയ. ചില ദുഷ്ടശക്തികളാ പല രോഗങ്ങൾക്കും കാരണം. ഹല്ലേലൂയ. പല രോഗങ്ങളും വരുന്നതിന് മുമ്പ് പലരും സ്വപ്നങ്ങൾ കാണാറുണ്ട്. പല ദുഷ്ടശക്തികൾ തങ്ങളെ ആക്രമിക്കുന്നതായിട്ട് കാര്യം. ആൻറ്റിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടല്ലയോ? പറയുന്നതിൽ കുഴപ്പമില്ലല്ലോ. ആൻറ്റി ക്യാൻസർ രോഗം ബാധിച്ച് കിടക്കുന്നതിന് മുമ്പേ ആൻറ്റി ഒരു സ്വപ്നം കണ്ടു കേട്ടോ. ഒരു കറുത്ത നായ സ്വപ്നത്തിൽ വന്നിട്ട് തൻ്റെ നട്ടലിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ നക്കുന്നതായിട്ട് കണ്ടു. അത് കഴിഞ്ഞിട്ട് തനിക്ക് നട്ടലിൽ ക്യാൻസറായി. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് ഇതെല്ലാം പൈശാചിക ശക്തികളുടെ ആക്രമണം. അതിൻ്റെ കെട്ടുകളെ തകർത്തുവിടാൻ നിങ്ങൾക്ക് എന്തോ വേണം? അഭിഷേകം വേണം. അഭിഷേകം നുകങ്ങളെ തകർക്കുന്നു. ഹല്ലേലൂയ. ആ പൈശാചിക ശക്തി വന്ന് നട്ടെല്ലിനെ ബാധിക്കുന്നതായിട്ട് അവർ സ്വപ്നത്തിലൂടെ കണ്ടു. ഹല്ലേലൂയ. എന്നാൽ അന്നേരം അമ്മയ്ക്ക് അഭിഷേകം ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചാൽ അവിടെ തീർന്നു അവൻ്റെ അവസാനം. ഹല്ലേലൂയ. ഒരിക്കൽ ഒരു സഹോദരി ഒരു സ്വപ്നത്തിൽ ഇങ്ങനെ കണ്ടു ഇതുപോലുള്ള ഒരു കാര്യം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. തൻ്റെ കയ്യിൽ വന്ന് നക്കുകയോ ഒരു പൈശാചിക ശക്തി ചുറ്റിപ്പിടിക്കുകയോ, അതൊരു പാമ്പ് പോലെയുള്ള ഒരു സംഭവമാണ് കണ്ടത് കേട്ടോ. ഈ പൈശാചിക ശക്തി ഒന്ന് ചുറ്റിപ്പിടിച്ച് ഇങ്ങനെ വായിട്ട് അമർത്തുന്നതായിട്ടും നാവിട്ടിങ്ങനെ നക്കുന്നതായിട്ടും കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ തൻ്റെ കൈ വേദന ആരംഭിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ മനസ്സിലായി അത് ബോൺ ക്യാൻസറായി മാറി. ഹല്ലേലൂയ. പക്ഷെ അത് സൗഖ്യമായതിനു ശേഷമാണ് താൻ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഇത് കേട്ടത്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, പല രോഗങ്ങൾ പൈശാചികമാണ്. പിശാച് തകർക്കാനായിട്ട് കൊണ്ടിടുന്നതാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അതിനെ ബ്രേക്ക് ചെയ്യുന്നു. സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അവിടെ സൗഖ്യം വരും. അതിന് നിങ്ങൾക്ക് വേണ്ടത് ആത്മാവിൻ്റെ ഒരു അഭിഷേകമാണ്. അത് മുട്ടോളം പോരാ സഹോദരങ്ങൾ, അരയോളം പോരാ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ പറ്റാത്ത ഒരു അഭിഷേകത്തിലേക്ക് നിങ്ങൾ ഈ നാളുകളിൽ കയറി വരണം. നിങ്ങളുടെ നിഴൽ വീഴുന്ന രോഗികൾ സൗഖ്യമാകട്ടെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളൊരു വാക്കും മിണ്ടണ്ട. നിങ്ങളുടെ നിഴൽ വീഴുമ്പോൾ അവരിൽ നിന്ന് ദുരാത്മാക്കൾ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ. അങ്ങനെ ഒരു ശുശ്രൂഷ നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മൾ ഈ ആത്മാവിനാൽ നിറയപ്പെടുന്നവരായി തീരണം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചതുപോലെ നമ്മുടെ ഉള്ളിൽ ഉള്ള ജീവജല നദികൾ ചില വരൾച്ചകളെ മാറ്റുന്നതായി
ഒഴുകിയേ മതിയാകൂ. ചില പൈശാചിക സാമ്രാജ്യത്തിന്റെ അവസാനമാകി ഈ നാളുകളിൽ ഒഴുകിയേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ എങ്ങനെയും പേടിച്ച് ഒതുക്കിയിടാൻ പിശാച് പല തന്ത്രങ്ങളും മെനയും. നമ്മൾ ഈ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞില്ലെങ്കിൽ ഉണ്ടല്ലോ, ആത്മാക്കളെ വിവേചിക്കാൻ പോലും നമുക്ക് കഴിയത്തില്ല. നമ്മൾ ആദ്യം ഉണ്ടല്ലോ ഈ ഒന്നാമത്തെ ഘട്ടത്തിലേക്കൊക്കെ കടന്നു വരുമ്പോൾ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ, യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായം വളരെ വ്യക്തമായി ഈ ആത്മനദിയെക്കുറിച്ച് പറയുന്നുണ്ട്. 1-2 ഭാഗം മാത്രം പറഞ്ഞു തരാം, സമയമില്ല എല്ലാം പറയാനായിട്ട്. എനിക്ക് 1 മണിക്കൂർ പറഞ്ഞാൽ ഈ പരിശുദ്ധാത്മാവിനെ പറ്റി പറഞ്ഞാൽ നമുക്ക് തീരത്തില്ല. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായം. അവൻ എന്നെ ആലയത്തിന്റെ പ്രവേശനത്തിൽ മടക്കിക്കൊണ്ടുവന്നപ്പോൾ ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ആലയത്തിന്റെ മുഖം കിഴക്കോട്ടല്ലോ. ആ വെള്ളം ആലയത്തിന്റെ വലതുഭാഗത്ത് കിഴക്ക് നിന്ന് യാഗപീഠത്തിന് തെക്ക് വശമായി ഒഴുകി അവൻ വടക്കോട്ടുള്ള ഗോപുരത്തിൽ കൂടി എന്നെ പുറത്തു കൊണ്ടുചെന്ന് പുറത്തെ വഴിയായി കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടി എന്നെ ഗോപുരത്തിലേക്ക് ചുറ്റി നടത്തിക്കൊണ്ടുപോയി. വെള്ളം വലതുഭാഗത്തു കൂടി ഒഴുകുന്നത് ഞാൻ കണ്ടു. ആ പുരുഷൻ കയ്യിൽ ചരടുമായി കിഴക്കോട്ട് നടന്നു. 1000 മുഴം അളന്നു എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി. വെള്ളം നരിയാണിയോളം ആയി. അവൻ പിന്നെയും 1000 മുഴം അളന്നു എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി. വെള്ളം മുട്ടോളമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു, അവൻ എന്നെ കടക്കുമാറാക്കി. വെള്ളം അരയോളമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു, അതെനിക്ക് കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി മാറി. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ലെവലുകളെന്ന് പറഞ്ഞാലും അതിൻ്റെ തലങ്ങളും ഇതുപോലെയാണ്. നമ്മൾ വിശ്വാസ ജീവിതത്തിലേക്ക് ആദ്യം കടന്നു വരുമ്പോൾ നമ്മൾ ഒരു ചെറിയ നരിയാണി അളവിലായിരിക്കുന്നത്. ആദ്യം അങ്ങനെയായിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ഒരുപക്ഷെ ദൈവശബ്ദം കേൾക്കാൻ പറ്റില്ല. അടുത്ത ലെവലിലോട്ട് നമ്മൾ കയറുമ്പോൾ പിന്നെ വെള്ളം ഏതുവരെയായി? മുട്ടോളമായി. അപ്പോൾ പിന്നെ അന്യഭാഷയൊക്കെ വന്നു തുടങ്ങി. ഹല്ലേലൂയ. ആ ഒരു ലെവലിലെത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അന്യഭാഷ വന്നു തുടങ്ങും. നമ്മൾ കൈവയ്ക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകാൻ തുടങ്ങും. അത് അഭിഷേകത്തിന്റെ ലെവൽ, അടുത്ത ലെവലിലേക്ക് നമ്മൾ വന്നതാ. ഹല്ലേലൂയ. അതിൻ്റെ അടുത്ത ലെവലിലേക്ക് കയറുമ്പോൾ അരയോളമായി ദൈവശബ്ദം കേൾക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇതിന് ഓരോ ലെവലുകളുണ്ട്. ഹല്ലേലൂയ. കുറച്ചുകൂടി അന്യഭാഷകളാൽ നമ്മൾ നിറഞ്ഞു. സ്വർഗത്തിലെ കാര്യങ്ങളെ നമുക്ക് മനസ്സിലാവാൻ തുടങ്ങി. ദൈവത്തിന്റെ വചനത്തെ ഗ്രഹിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. എന്നാൽ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അത് നീന്താൻ പറ്റാത്ത ഒരു നദിയായി മാറി. ഹല്ലേലൂയ. അപ്പോഴെൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ കൺട്രോൾ പോയി. ഹല്ലേലൂയ. നീന്താൻ പറ്റാത്ത ഒരു നദിയാവുമ്പോൾ പിന്നെ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവ് എങ്ങോട്ട് നയിക്കുന്നോ അങ്ങോട്ട് ഇങ്ങനെ ഞാൻ ഒഴുകി നടക്കും. അതാണ് ശരിക്കുള്ള നിറവെന്ന് പറയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഈ അരയോളമൊക്കെ വന്നവരെയും നമുക്ക് നമ്മുടെ കൺട്രോളിലും കൂടെ കാര്യങ്ങൾ ഇരിക്കും അല്ലേ? നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റും. എന്നാൽ നീന്തുന്ന അനുഭവം വന്നാലോ വെള്ളം നമ്മളെ കൊണ്ടുപോകില്ലേ? ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ അതുപോലെ ഇരിക്കണം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ പറയുന്നത്, ജഡത്താൽ ജനിച്ചത് ജനമാകുന്നു, ആത്മാവാൽ ജനിച്ചത് ആത്മാവാകുന്നു. അങ്ങനെ പറയുന്നില്ലയോ? അപ്പം ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവാൽ ജനിച്ചത് ആത്മാവാകുന്നു. ആത്മാവിനാൽ ജനിക്കുന്നവനെല്ലാം എങ്ങനെയാവുന്നു എന്ന് അവിടെ പറയുന്നേ? കാറ്റുപോലെയാകുന്നു. ഹല്ലേലൂയ. എങ്ങനെയാണ്? കാറ്റുപോലെ. അപ്പോൾ കാറ്റിൻ്റെ പ്രത്യേകത എന്താണ്? കാറ്റിൻ്റെ പ്രത്യേകത ചെറിയ കാറ്റുണ്ടല്ലേ? ചെറിയ കാറ്റ് വന്നാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇനി കുറച്ചുകൂടി വലിയ കാറ്റുണ്ട്, അതും കുഴപ്പമില്ല. പിന്നെ ഇത്തിരി കൂടെ വലിയ കാറ്റുണ്ട്, ഈ മഴ സമയത്തൊക്കെ അടിക്കുന്ന കാറ്റുകൾ, മരത്തിൻ്റെ ശാഖയും കൊടിഞ്ഞൊക്കെ വീഴും അല്ലേ? അത്രയും കാറ്റുകളൊക്കെ ഉണ്ട്. എന്നാലും ഇത്തിരി കൂടെ വലിയ ചുഴലിക്കാറ്റ് വല്ലതും വന്നാൽ ചുഴലിക്കാറ്റ് വന്നിട്ട് പോയ ആ സ്ഥലം അറിയാല്ലേ, മുഴുവൻ ഇളക്കി മറിക്കും. ഹല്ലേലൂയ. സ്തോത്രം. അതുപോലെ നമ്മുടെ ജീവിതം മാറണം. ഹല്ലേലൂയ. നമ്മൾ എവിടെയും ഏത് ദേശത്തായിരുന്നാലും ഒരുത്തനും നമ്മളെ കാണാൻ പറ്റില്ല. കാറ്റിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എവിടെ നിന്ന് വരുന്നെന്ന് നിങ്ങൾക്കറിയാമോ? എങ്ങോട്ട് പോകുന്നെന്ന് നിങ്ങൾക്കറിയാമോ? കാറ്റിനെ പറ്റി ഒന്നും അറിയില്ല. അതുപോലെ നമ്മളെപ്പറ്റി ആർക്കും ഒന്നും അറിയില്ല. യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ യേശു എവിടെ നിന്ന് വന്നെന്ന് ഒന്നും യഹൂദന്മാർക്ക് അറിയില്ലായിരുന്നു. എന്നാൽ യേശുവിനെ അവർ അറിഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ ഉണ്ടാക്കിയ ചലന നിമിത്തമത്രേ. ഹല്ലേലൂയ. അങ്ങനെ വേണം നിങ്ങളെയും എന്നെ അറിയാൻ. ഹല്ലേലൂയ. വേറെ ആരും നിങ്ങളെ അറിഞ്ഞില്ലെങ്കിലും, എവിടെ നിന്ന് വന്നവനാ എവിടേക്ക് പോകുന്നവനാന്ന് നിങ്ങളെ അറിഞ്ഞില്ലെങ്കിലും, നിങ്ങൾ ഭൂമിയിൽ ചില ചലനങ്ങൾ ഉണ്ടാക്കുമ്പോൾ സ്വർഗം ഇളകണം. ഹല്ലേലൂയ. അതുപോലെ നിങ്ങളുടെ കാര്യങ്ങൾ മാറ്റണം. ആത്മമണ്ഡലം ഇളകണം. പിശാച് ഓടണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത്
നാളിൽ മാളിക മുറിയിലേക്ക് പകരുമ്പോൾ കൊടിയ കാറ്റടിച്ചെന്ന്. എന്ത് കാറ്റ്? കൊടിയ കാറ്റ്, വലിയ കാറ്റ്. ഹല്ലേലൂയ. അങ്ങനെ നമ്മളൊരു വലിയ കാറ്റായി മാറാൻ തയ്യാറാണ്. ഹല്ലേലൂയ. ഒരു ചെറിയ കാറ്റ്, അതിനേക്കാൾ കുറച്ചുകൂടി വലുത്, അതിനേക്കാൾ വലുത്, പിന്നെ ഒരു കൊടിയ കാറ്റായി മാറണം. ഹല്ലേലൂയ. ആഗ്രഹിക്കുന്നുണ്ട് ആ ലെവലുകളിലേക്കൊക്കെ കയറാനായിട്ട്. ഹല്ലേലൂയ. നമ്മളെ കൊണ്ട് കഴിയും. ദൈവം, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ദൈവം പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത് അളവുകളില്ലാതെയാണ്. നമ്മൾ വേണം പോകാനായിട്ട്. എഹെസ്കേലിന് നീന്തിയിട്ടല്ലാതെ കടപ്പാൻ പറ്റാത്ത നദി കണ്ടപ്പോൾ പിന്നെ എഹെസ്കേൽ അതിലോട്ട് കടന്നില്ല. അതുവരെ ദൂതൻ്റെ കൂടെ പോയി. മനസ്സിലാവുന്നുണ്ടോ? ചില ആളുകളൊക്കെ ഈ വെള്ളം കാണുമ്പോൾ തന്നെ ഓടിക്കളയും. ആദ്യത്തെ ലെവലിൽ വരുമ്പോൾ അന്യഭാഷയൊക്കെ കിട്ടി, അത്രയും മതി, പിന്നെ ഇനി വേണ്ട. ചില ആൾക്കാരുണ്ടല്ലോ, അതിൻ്റെ അടുത്ത ലെവലിലോട്ടൊക്കെ പോകും. അന്യഭാഷയായി, ദൈവശബ്ദവും കേട്ടു, അതുവരെ മതി, നിർത്തി കളഞ്ഞു. പിന്നെ പ്രാർത്ഥനയില്ല, ദൈവത്തോടു കൂടെ ഇരിക്കില്ല, അവിടെ വെച്ച് തീർന്നു പോയി. ഹല്ലേലൂയ. ഈ അന്ത്യകാലത്ത് നമ്മൾ അഭിഷേകത്താൽ നിറഞ്ഞേ മതിയാവും സഹോദരങ്ങൾ. എന്തുകൊണ്ടാണെന്നറിയാമോ? വചനത്തിൽ പറയുന്നു, അന്ത്യകാലത്ത് വ്യാജ പ്രവാചകന്മാർ, വ്യാജ സുവിശേഷകന്മാർ ഒക്കെ എഴുന്നേൽക്കും. നമുക്കിവരെ തിരിച്ചറിയണ്ടേ? ഞാൻ ഇന്ന് രാവിലെ കർത്താവിനോട് ചോദിച്ചു, അപ്പാ, എങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരെയും വ്യാജം പറയുന്നവരെ ഇനിയിപ്പോൾ തിരിച്ചറിയും? ഇത് തിരിച്ചറിയാൻ പറ്റില്ല. വല്ലാത്ത ഒരു പ്രശ്നത്തിലേക്ക് ലോകം പോയിക്കൊണ്ടിരിക്കുക അല്ലേ? കറക്റ്റാണ്, തിരിച്ചറിയാൻ കഴിയുന്നില്ല. അപ്പം ഞാൻ കർത്താവിനോട് ചോദിച്ചു. ഇന്ന് രാവിലെ ഒരു സഹോദരി വന്നപ്പോഴും നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കുകയുണ്ടായി. ഞാൻ ചോദിച്ചു, എങ്ങനെ തിരിച്ചറിയാം? യേശു 2 കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. നിങ്ങൾക്ക് ഇതേ തന്നെ ചെക്ക് ചെയ്താൽ മതി. എന്നെയും വേണമെങ്കിൽ ചെക്ക് ചെയ്യണം, എല്ലാവരെയും ചെക്ക് ചെയ്തു. ഹല്ലേലൂയ. 1, അവർ നിങ്ങളെ യേശുവിലേക്ക് അടുപ്പിക്കുന്നവരായിരിക്കും. എന്താണ്? യേശുവിലേക്ക് അടുപ്പിക്കുന്നവരായിരിക്കും. യേശുവുമായി ഒന്നാക്കി തീർക്കുന്നവരായിരിക്കും. അവരൊരിക്കലും ദൈവത്തിൽ നിന്ന് നിങ്ങളെ അകറ്റിക്കളയില്ല. 2, ഫലം നോക്കണം എന്ന് പറയും. ഫലം നോക്കണം. വൃക്ഷം നല്ലതെങ്കിൽ ഫലവും നല്ലത്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്ന ഒരു മരത്തെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അതിൻ്റെ ഫലം നോക്കിയിട്ട്. 2 മാവ് അടുത്തടുത്ത് നിൽക്കുക. എന്നോട് ഒരാൾ പറയാണ്, അതിൽ നിന്ന് ഒരു മാവ് പുളിച്ചിയാണ്. അപ്പം ഞാൻ 2 മാങ്ങായും പറിച്ച് തിന്നും അല്ലേ? അപ്പോൾ എനിക്ക് പറിച്ച് തിന്നുമ്പോൾ മനസ്സിലാകും ഇനി ഏത് മാങ്ങയാണ് പുളിയുള്ള മാങ്ങ. ഹല്ലേലൂയ. അപ്പോൾ നമുക്കതിൻ്റെ ഫലം കണ്ടാൽ നമുക്കവരെ തിരിച്ചറിയാനായിട്ട് പറ്റും. ഞാൻ അതിനുവേണ്ടി 2 വാക്യങ്ങൾ നിങ്ങൾക്ക് വായിച്ചു തരാം. ദൈവത്താലാണോ അവർ അയക്കപ്പെട്ടിരിക്കുന്നത്? ദൈവത്താലാണോ അവർ നയിക്കപ്പെടുന്നത്? നിങ്ങൾ എല്ലാവരെയും ഏത് സന്ദേശം കേൾക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ദൈവവുമായി അടുക്കുന്നുണ്ടോ, ലോകവുമായിട്ടാണോ അടുക്കുന്നത്? നമ്മൾ ശ്രദ്ധിച്ചേ മതിയാകും. ചില സന്ദേശം കേൾക്കുമ്പോൾ നമുക്ക് തോന്നി ഈ ലോകത്തിൽ ഇത്രയും കൂടെ അങ്ങ് ജീവിച്ചാൽ കൊള്ളാമെന്ന് തോന്നും. ഹല്ലേലൂയ. അങ്ങനെയുള്ള സന്ദേശമാണോ, അതോ എൻ്റെ യേശുവിന് വേണ്ടി എനിക്ക് ജീവിക്കണമെന്നാണോ നിങ്ങൾക്ക് ഓരോ സന്ദേശം കേൾക്കുമ്പോഴും മനസ്സിലാകുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഹല്ലേലൂയ. 1-ാമത്തെ ഒരു വാക്യം ഞാൻ വായിച്ചു തരാം. ഹല്ലേലൂയ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17:21 വായിക്കാമോ? നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവരെല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിലാകേണ്ടതിന് തന്നെ. മനസ്സിലാവുന്നല്ലോ? അപ്പൊ ദൈവത്താൽ അയക്കപ്പെട്ടവന്റെ ജോലി എന്താ? നമ്മളെല്ലാവരെയും ഒന്നിപ്പിക്കുക. സ്തോത്രം. നമ്മളെല്ലാവരും എന്ത് ചെയ്യും? ഒന്നിപ്പിക്കും, ഒറ്റ ബലമായിട്ട് നിർത്തും. ഹല്ലേലൂയ. പലയിടത്തും ഇന്ന് ഭിന്നതയാണ് ചർച്ചിനകത്ത്. ഒയ്യോ. അപ്പോൾ ആത്മാവേദ വേറെയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നിടത്ത് ഭിന്നത ഉണ്ടാകില്ല. 1-ാമത് നിങ്ങൾ അത് ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നിടത്ത് എന്ത് വരില്ല? ഭിന്നത വരില്ല. ഒന്നിപ്പിക്കാനാണ് യേശു വന്നത്. അപ്പോൾ ദൈവത്താൽ വിളിക്കപ്പെട്ടവരെല്ലാവരും എന്ത് ചെയ്യും? ഒന്നിപ്പിക്കുന്നവരായിരിക്കും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും അവരെ പറഞ്ഞ് മനസ്സിലാക്കി വീണ്ടും അവരെ ഒന്നിപ്പിച്ച് നിർത്തും. പ്രശ്നം ഉണ്ടാവില്ലെന്ന് ഞാൻ പറയില്ല. കാരണം എന്താ? നമ്മളൊക്കെ തന്നെയല്ലേ ഇരിക്കുന്നത്. മനുഷ്യരൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് രാഷ്ട്രീയവും പ്രശ്നങ്ങളും എല്ലാം വന്ന് കയറും ചർച്ചിനകത്ത്. പക്ഷേ ഇത് വരും. എന്നാൽ എന്ത് ചെയ്യണം നമ്മൾ? അത് സോൾവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി ഈ ചർച്ചിനെ, സഭയെ ഒന്നിപ്പിച്ച് നിർത്തുന്നെങ്കിൽ അത് പ്രവർത്തിക്കുന്നത് ആരാണ് അവിടെ? പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവ് എപ്പോഴും എല്ലാവരെയും യേശുവിലേക്ക് ഒന്നാക്കി വെക്കും. അവിടെ ഭിന്നതയുണ്ടല്ല. 2-ാമത്തെ കാര്യം, ഫലം കൊണ്ട് നമുക്ക് അവരെ തിരിച്ചറിയാൻ പറ്റും. അതിനുവേണ്ടി ഞാനൊരു വാക്യം നിങ്ങൾക്കായി വായിച്ചു തരാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ
43, 44, 45 വാക്യങ്ങൾ. ആകാത്ത ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷമില്ല, നല്ല ഫലം കായ്ക്കുന്ന ആകാത്ത വൃക്ഷവുമില്ല. ഏത് വൃക്ഷത്തെയും ഫലം കൊണ്ടറിയാം. മുള്ളുകളിൽ നിന്ന് അത്തിപ്പഴം ശേഖരിക്കുകയില്ല, ഞെരിഞ്ഞിലിൽ നിന്ന് മുന്തിരിങ്ങ പറിക്കാനും പറ്റില്ല. നല്ല മനുഷ്യൻ നല്ലത് പുറപ്പെടുവിക്കുന്നു. ഹല്ലേലൂയ. ദോഷത്തിൽ നിന്ന് ദോഷം പറയും. അപ്പോൾ ഒരു നല്ല പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു നല്ല മനുഷ്യനെ എങ്ങനെ തിരിച്ചറിയാൻ നമുക്ക് പറ്റും? അവൻ്റെ ഹൃദയത്തിൽ നിന്ന് നല്ലത് പറയും. വചനമോ പറയുന്നത് കേട്ടോ. നിങ്ങൾ ചെക്ക് ചെയ്തോ, ആരെ വേണോ എന്നെയും കൂടെ ചെക്ക് ചെയ്തോളേ. നല്ലത് പറയുന്നില്ലെങ്കിൽ ഞാൻ ദൈവാത്മാവിനാലല്ല സംസാരിക്കുന്നത്, അല്ലേ ഒന്നില്ലേ? വേണ്ടേ? സ്തോത്രം. അപ്പം എൻ്റെ ഹൃദയത്തിൽ നിന്ന് എന്താ വരുന്നേ? മോശമായിട്ടുള്ളതാണ് വരുന്നെങ്കിലോ നിക്ഷേപം മാറുക. പരിശുദ്ധാത്മാവാണ് നമ്മളിലെ നിധി എന്ന് പറയുന്നത്. നമ്മൾ സംസാരിക്കേണ്ടത് എവിടെ നിന്നായിരിക്കണം? പരിശുദ്ധാത്മാവിൽ നിന്നായിരിക്കണം. അപ്പം എൻ്റെ ഉള്ളിൽ നിന്ന് മോശം വാക്കുകൾ വരുന്നെങ്കിലോ ഉറവ മാറിപ്പോയി. നല്ല ഉറവയിൽ നിന്ന് നല്ല വെള്ളേ വരും, അല്ലേ? ഒരു ഉറവ എന്ന് വെച്ചാൽ ഒരു കിണറിൽ നിന്ന് ഒരിക്കൽ കോരുമ്പോൾ ഉപ്പ് വെള്ളവും അടുത്ത് കോരുമ്പോൾ നല്ല വെള്ളവും വരുമോ? ഉപ്പ് വെള്ളമാണെങ്കിൽ കംപ്ലീറ്റ് അതിനകത്ത് ഉപ്പ് വെള്ളം തന്നെ ആയിരിക്കും, ഒരു രക്ഷയില്ല. അപ്പോൾ അങ്ങനെയുള്ള കിണറുകൾ പറയും കടലുമായിട്ടുള്ള ഊറ്റിൻ്റെ ബന്ധമാണ്, ഇതൊരിക്കലും ശരിയാവാൻ പോകുന്നില്ലെന്ന് പറയല്ലേ. അതോ കടലിനെ വറ്റിച്ച് കളയാൻ പറ്റുമോ? ഇല്ല. സ്തോത്രം. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട മനുഷ്യനെയും ദുഷ്ടമനുഷ്യനെയും തിരിച്ചറിയാൻ പറ്റും? അവൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ തൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. നല്ല മനുഷ്യനാണെങ്കിലോ ഒരു ദുഷ്ട മനുഷ്യനാണെങ്കിലോ അവൻ്റെ ഹൃദയത്തിലെ അഴുക്ക് നിറഞ്ഞ ആ ഒരു ഹൃദയത്തിൽ നിന്നും ദുഷ്ടത വന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. നമ്മൾ അവിടം വിട്ട് ഓടിക്കോളണം. ഹല്ലേലൂയ. ഒന്നിയിൽ അവനെ പറഞ്ഞ് നേരെയാക്കണം, ദൈവത്തോട് അടുപ്പിക്കണം, അല്ലെങ്കിൽ അവിടം വിട്ട് ഓടിക്കോളണം. നമുക്ക് ശരിയാകില്ല. അങ്ങനെ നമുക്ക് തോന്നിയാൽ പിന്നെ പ്രോപ്പറായിട്ടുള്ള കാര്യമില്ലത്. ഹല്ലേലൂയ. പല സ്ഥലങ്ങളിലൊന്നും ഞാനും ഓടിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഓടിയേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. എന്തുകൊണ്ടാ? കർത്താവ് പറഞ്ഞു പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. ഇരിക്കരുതെന്ന് പറഞ്ഞാൽ ഇരിക്കരുത് തന്നെ. ഹല്ലേലൂയ. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അവിടം വിട്ട് മാറിയേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ഈ നാളുകളിൽ നമുക്കിതെല്ലാം തിരിച്ചറിഞ്ഞു മുന്നോട്ട് പോകണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവിലേക്ക് നമ്മൾ വന്നേ മതിയാകും. ഒരു പക്ഷേ നമ്മൾ യേശുവിനെ അറിയുന്നവരായിരിക്കാം, അന്യഭാഷ പറയുന്നവരായിരിക്കാം. അതിനും അപ്പുറത്തേക്ക് ഒന്നും കയറാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടാകില്ല. ഈ നാളുകളിൽ പ്രാർത്ഥിക്കണം. എന്ത് പ്രാർത്ഥിക്കണം? കർത്താവേ, വലിയൊരു അഭിഷേകത്തിൻ്റെ നിറവിലേക്ക് എന്നെ കൊണ്ടുവരണം. എനിക്ക് ദൈവം ശബ്ദം കേൾക്കണം. ഹല്ലേലൂയ. ആ ഒരു രീതിയിലുള്ള അഭിഷേകം ദൈവം ഈ നാളുകളിൽ എന്നിലേക്ക് പകരണം. ഹല്ലേലൂയ. മുട്ടോളം പോരാ, അരയോളം പോരാ, നീന്തിയിട്ടല്ലാതെ അത് കടപ്പാൻ പറ്റരുത്. അതുപോലെ എന്നിൽ നിന്ന് നദി ഒഴുകട്ടെ. ഹല്ലേലൂയ. അതുപോലെ ആത്മനദി എന്നിൽ ഒഴുകണം. ഹല്ലേലൂയ. ഈ നദിക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? ആ നദി ചെന്ന് ചേരുന്ന എല്ലാ ഇടങ്ങളിലെയും പ്രാണികൾ ജീവിപ്പിക്കപ്പെടുമെന്ന ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ജീവൻ ഉണ്ടാകുമെന്ന് സകലയിടത്തും. ജീവൻ നശിച്ചു കിടക്കുന്ന സകലത്തെയും ജീവിപ്പിക്കാൻ നിങ്ങളിൽ നിന്ന് ഒഴുകുന്ന നദിക്ക് കഴിയും. പഴയ നിയമത്തിൽ ഇവിടെ ആലയത്തിൻ്റെ ഉമ്മരപ്പടിയിൽ നിന്ന് ഒഴുകുന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് പുതിയ നിയമത്തിൽ ആരാണ് ദൈവത്തിൻ്റെ ആലയം, ദൈവത്തിൻ്റെ മന്ദിരം? ആരാ? നമ്മളാ. ഹല്ലേലൂയ. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, നിങ്ങൾ ജീവനുള്ള ദൈവത്തിൻ്റെ മന്ദിരം. ഹല്ലേലൂയ. അങ്ങനെ നമ്മളാണ് ദൈവത്തിൻ്റെ മന്ദിരമെങ്കിൽ നമ്മളിൽ ഈ നദി നിറയുകയും നമ്മളിൽ നിന്ന് ഒഴുകുകയും വേണം. ഹല്ലേലൂയ. അനേകർ ഈ നദിയെ നോക്കി ഇന്ന് ഈ ലോകത്തിരിക്കുക. ഹല്ലേലൂയ. നിങ്ങളിൽ നിന്ന് ഒഴുകാൻ നിങ്ങൾ അനുവദിക്കുമോ പരിശുദ്ധാത്മാവിനെ? അനേകർ ജീവനില്ലാതെ പല സ്ഥലങ്ങളിൽ നിന്ന് നോക്കിയിരിക്കുക. അനേക വൃക്ഷങ്ങളിൽ നിന്ന് ഫലമില്ല, ഉണങ്ങിയ അവസ്ഥയിലായിരിക്കുക. നിങ്ങളെന്ന നദി ഒഴുകുമ്പോൾ ആ നദിയിൽ നിന്ന് കുടിക്കാൻ അനേകം പ്രാണികൾ ഇന്ന് ദാഹത്തോടെ ആയിരിക്കുന്നു. അനേകം ജീവനറ്റ പ്രാണികൾ എനിക്കിപ്പോൾ ജീവജലം വരുമെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുകയാണ്. ഹല്ലേലൂയ. പല സ്ഥലങ്ങളിലും. ഹല്ലേലൂയ. നിങ്ങൾ എപ്പോഴൊഴുകുന്നോ അപ്പോഴല്ലേ അവർക്കത് കുടിച്ച് ജീവൻ പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മളാണ് ദൈവത്തിൻ്റെ ആലയമെങ്കിൽ നമ്മളിൽ നിന്ന് ആത്മനദി അത് ഒഴുകിയേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അളവുകളില്ലാതെ ദൈവം അത് പകർന്നു തരുമെങ്കിൽ അളവുകളില്ലാതെ നമ്മളിൽ നിന്ന് ഒഴുകണം. ഹല്ലേലൂയ. യേശു ജീവിപ്പിക്കുന്ന ആത്മാവാ. ബൈബിളിൽ അങ്ങനെ പറയുന്നു. യേശു ആരാണ്?
ജീവിപ്പിക്കുന്ന ആത്മാവാ. ഒന്നാം ആദം മണ്ണ് കൊണ്ടുള്ളവൻ അല്ലേ? മണ്ണ് കൊണ്ടുള്ളവനൊന്നും കഴിയില്ല. എന്നാൽ നമ്മളോ യേശുവിൽ ചേർന്നിരിക്കുന്നവരാ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി മാറിയെന്നാ ബൈബിൾ പറയുന്നത്. അപ്പൊ നമ്മൾ ആരുടെ കൂടെയാണ് ഇരിക്കുന്നത്? യേശുവിനോട് കൂടെ. ആ ഒരു വാക്യം കൂടെ വായിച്ചു തരാം കേട്ടോ. അത് വായിക്കാതെ പോയാൽ ശരിയാവത്തില്ല. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ അതുകൂടെ വായിച്ചോളൂ. 5-ാം അധ്യായം. 1 കൊരിന്ത്യർ 5-ാം അധ്യായം. 5-ാം അധ്യായമല്ല, അതിൻ്റെ ആ ഒരു വാക്യം അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവാണെന്നുള്ളത്. 1 കൊരിന്ത്യർ 15 എടുത്തോളൂ കേട്ടോ. 15-ലാണെന്ന് തോന്നുന്നു. 15, 1 കൊരിന്ത്യർ 15, അതിൻ്റെ 45-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 15:45. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു. ഒടുക്കത്തെ ആദാം, അതാ നമുക്ക് വേണ്ടത്. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി മാറി. അപ്പൊ ഒടുക്കത്തെ ആദാം ആരാ? ഏറ്റവും അവസാനത്തെ ആദാം യേശുവാണ്. യേശു ആരാണെന്നാ പറയുന്നേ? ജീവിപ്പിക്കുന്ന ആത്മാവ് അല്ലേ? എന്താ ആത്മാവാണ്? ജീവിപ്പിക്കുന്ന ആത്മാവ്. അപ്പൊ നമ്മൾ ആരിലായിരിക്കുന്നത്? ആദ്യത്തെ ആദാമിലാണോ യേശുവിലാണോ? ഇപ്പോൾ യേശുവിൽ ജീവിപ്പിക്കുന്ന ആത്മാവിലായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളിൽ നിന്ന് ഒഴുകുന്ന ആത്മാവ് ജീവിപ്പിക്കും. ആരെ ജീവിപ്പിക്കും? ജീവൻ ഇല്ലാത്തവർക്ക് ജീവൻ കൊടുക്കുമെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. എന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് ജീവനില്ലാത്തവരെ ജീവിപ്പിക്കാനാ. ഹല്ലേലൂയ. അതിന് ജീവന്റെ നദി എന്നിൽ നിന്ന് ഒഴുകണ്ടേ? ജീവന്റെ നദി എന്നിൽ നിന്ന് ഒഴുകണ്ടേ? ഹല്ലേലൂയ. യേശു സമരിയ സ്ത്രീയോട് എന്താ പറഞ്ഞേ? ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല, അവൻ അത് നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും. ഹല്ലേലൂയ. യേശുവിൽ നിന്ന് നമ്മൾ കുടിച്ചാൽ അത് പൊങ്ങി വന്നുകൊണ്ടിരിക്കും. ഇവിടെയും അങ്ങനെയല്ലേ നമ്മൾ കണ്ടത്? യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ അത് പൊങ്ങി പൊങ്ങി വന്നു ഇറങ്ങും തോറും. ഹല്ലേലൂയ. അപ്പോൾ യേശുവിൽ നിന്ന് നിങ്ങളിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക, ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ടിരിക്കും തോറും അത് നിങ്ങളിൽ നിറഞ്ഞു 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 ഹല്ലേലൂയ, സ്തോത്രം, ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുകയും പരിശുദ്ധാത്മാവാകുന്ന ആ നദിയിൽ മുങ്ങുകയും ഹല്ലേലൂയ ആഴങ്ങളിലേക്ക് അനേകരെ കൊണ്ടുവരുവാൻ സഹായിക്കുകയും ഈ നദി ചെല്ലുന്നിടത്തെല്ലാം ജീവൻ പ്രാപിക്കുകയും ചെയ്യും. ജീവൻ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, ഹല്ലേലൂയ, അതിൻ്റെ 47:9 പറഞ്ഞിരിക്കുന്നത് പോലെ ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ഹല്ലേലൂയ. സകലയിടത്തും ജീവൻ വ്യാപരിക്കാനായി പോകുന്നു. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ഈ നദി എന്നിൽ നിന്നും വളവുകളില്ലാതെ ഒഴുകണം? പല ലെവലുകൾ പരിശുദ്ധാത്മാവിൻ്റെത് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായെങ്കിൽ ഇതിൻ്റെ ഒടുവിലത്തെ അറ്റം എവിടെയോ അവിടെ എനിക്ക് എത്തണം. ഹല്ലേലൂയ. ഈ ജീവിതം കൊണ്ട് എത്തിച്ചേരാൻ കഴിയുമോ എന്നൊന്നും നമുക്കറിയത്തില്ല. എങ്കിലും നമുക്ക് ആഗ്രഹിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഹല്ലേലൂയ. ഈ ലോകത്ത് എത്രയോ പേർ സ്വപ്നം കാണുന്നുണ്ട്, ഞാൻ ഈ കോടീശ്വരനായി തീരുമെന്ന്. നമ്മൾ ഈ ആത്മാവിലൊരു കോടീശ്വരനായി കൂടെ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിൻ്റെ ആഴങ്ങളിൽ ഇറങ്ങാൻ, ഹല്ലേലൂയ, സ്തോത്രം, ആത്മാവിൻ്റെ അടുത്ത ലെവലുകളിലേക്ക് പ്രവേശിക്കാൻ, കർത്താവിന് വേണ്ടി അധികം ബലത്തോടെ ഓടുവാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാവോ? കരങ്ങളെ ചേർന്ന്. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ഹല്ലേലൂയ. സന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ആത്മസന്തോഷം എന്നിൽ നിറയ്ക്കണേ, ആത്മചൈതന്യം എന്നിൽ പകരണേ പരനെ. ജയത്തോടെ ജീവിതം തരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം ചെയ്യുവാൻ പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാദാ, ശക്തരായി തീരാൻ പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാദാ, ശക്തരായി തീരാ. തിരുകൃപയല്ലോ ശരണമതെൻ്റെ വൻകടങ്ങളകറ്റാൻ കഴിവുള്ള പരനെ.
തിരുകൃപയല്ലോ ശരണമായി. സങ്കടങ്ങളകറ്റാൻ കഴിവുള്ള പരനെ, ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ ജീവിതം തരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം തരയിൽ ഞാൻ ചെയ്യുവാൻ, പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥാ, ശക്തരായി തീരാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥാ, ശക്തരായി തീരാൻ. ഹല്ലേലൂയ. കർത്താവേ, ആ നിറവിനായി എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. എനിക്കൊരു അടുത്ത ലെവലിലേക്ക്, അടുത്ത ലെവലിലുള്ള അനോയിന്റിങ് കർത്താവേ, അഭിഷേകത്തെ എന്നിലേക്ക് പകരണമേ. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, അടുത്തൊരു ലെവലിലേക്ക് എന്നെ അങ്ങ് കയറ്റണം. ഹല്ലേലൂയ. ഇതുവരെ ഞാൻ ഓടിയതുപോലെയല്ല, ഇതുവരെ ഞാൻ അധ്വാനിച്ചതുപോലെയല്ല. ഓ ഹല്ലേലൂയ, അടുത്തൊരു ലെവലിലേക്ക് അങ്ങനെ കയറ്റണമേ. ഹല്ലേലൂയ കർത്താവേ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഓ ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഇവരിലേക്ക് അഭിഷേകത്തെ അങ്ങ് പകരണം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഓ താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. എല്ലാവർക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നപ്പാ. താങ്ക് യു ജീസസ്.